ചതിയുടെ വലക്കിടിയിൽ ഈ സ്വപ്നങ്ങൾ ഒടുങ്ങുമോ? ആ ചടങ്ങില് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾ യാത്ര പകുതിയിൽ വെച്ച് നിർത്തി തിരികെ വരും. അയാളായിരിക്കും എന്റെ അച്ഛനെ കൊന്നത്. ഈ രഹസ്യം കണ്ണൻ അറിയാതിരിക്കേണ്ടത് നിന്റെയും നിന്റെ മോളുടെയും കൂടെ ആവശ്യമാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോല വളകാപ്പ് ചടങ്ങാട്ടോ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള ഒരുക്കത്തിലൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മിനെ മണവാട്ടിനെ പോലെ ഒരുക്കുന്നുണ്ട് നമ്മുടെ ലേഖയും മഞ്ജുവും കൂടെയൊക്കെ. അപ്പൊ നമ്മുടെ ദുർഗാമ്മയ്ക്കും കരുണയ്ക്കാണെങ്കിൽ ആ വീട്ടിലെ ആ ഒരു ആഘോഷത്തിന്റെ ആ ഒരു എന്താ പറയാ അലങ്കാരവും എല്ലാം കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വളകാപ്പ് ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുച്ഛിച്ച് തള്ളുന്നൊക്കെയുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വാമദേവന് ഭയങ്കര ടെൻഷൻ. അതായത് പ്രതാപൻ ഈ ചടങ്ങിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സത്യങ്ങൾ തുറന്നു പറയുമോ എന്നുള്ള ഒരു രീതിയിൽ ടെൻഷൻ. അങ്ങനെ പ്രതാപനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ വാമദേവൻ നോക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ കണ്ണന് ഭയങ്കര സംശയം, ഇനി തന്റെ അച്ഛനെ കൊന്നത് പ്രതാപനായിരിക്കും, അത് പറയാനാണോ തന്നെ വിളിപ്പിക്കുന്നത് എന്നുള്ളൊരു ഉൾവിളി പോലെ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അത് ഭയങ്കര ദേഷ്യത്തിലാട്ടോ പറയുന്നത്. തന്റെ രണ്ടാനച്ഛനാണോ എന്റെ അച്ഛനെ കൊന്നത് എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. അപ്പുറത്തപ്പ കരുണയും ഭയങ്കര ടെൻഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി അവിടെ എന്ത് സംഭവിക്കും എന്നൊരു പിടിയും ഇല്ല കേട്ടോ. പിന്നീട് നമ്മുടെ ഉണ്ണി രാത്രി ഇങ്ങനെ കാറിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ മാർക്കോ വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് പറയുന്നുണ്ട്, നാളത്തെ ചടങ്ങ് അലങ്കോലമൊക്കെ നീ എന്തെങ്കിലും പണി ഒപ്പിച്ച പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട് മാർക്കോയ്ക്ക് അപകടമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഉണ്ണിയുടെ കൂടെ കുറച്ച് ഗുണ്ടകളൊക്കെ വന്നിട്ട് നമ്മുടെ മാർക്കോനെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തത് അറിയേണ്ടതല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.